ഇതിലുള്ള കുറേ ബസ്സുകൾ ഇവിടെ ഉണ്ട്, കുറേ ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം കിട്ടിയില്ലെങ്കിലും ഇടുക്കി മൂന്നാറാണ് കേട്ടോ. മൂന്നാർ മാത്രമല്ല, വയനാട് ഇതുപോലത്തെ ഇതേ സെറ്റപ്പിനുണ്ട്. ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഇന്ന് 9ാമത്തെ ദിവസം, അതായത് 18ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയും കൂടെ കണ്ട് നമ്മളെ കൂടെ ഈ യാത്ര ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലാണുള്ളത്. തിരുവനന്തപുരം മുതൽ തുടങ്ങി കാസർഗോഡ് വരെ എത്തി നിൽക്കുന്ന നമ്മുടെ യാത്രയിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെയും ഒരുപാട് സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടുക്കി ഒരുപാട് സ്ഥലങ്ങൾ കണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് രാമക്കൽ മേടിലേക്കാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം. ഇന്നത്തെ ക്ലൈമറ്റൊക്കെ വളരെ അടിപൊളിയാണ്. എന്തായാലും നമുക്ക് നേരെ രാമക്കൽ മേടിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കട്ടപ്പന ടൗണിലാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് കട്ടപ്പന. ഏകദേശം 900 മീറ്റർ ഉയരത്തിലാണ് കട്ടപ്പന ടൗണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന വ്യാപാര വാണിജ്യ കേന്ദ്രമായ കട്ടപ്പന തൊടുപുഴയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയിൽ നഗരസഭാ പദവി കിട്ടുന്ന 2ാമത്തെ പട്ടണമാണ്. നമ്മൾ വന്ന വഴികളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. കട്ടപ്പനയുടെ സമീപ പ്രദേശങ്ങളിൽ വളരെയധികം കൃഷി ചെയ്യുന്നുണ്ട്. പ്രധാനമായും കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ മുതലായ കൃഷികളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. 1964ലാണ് കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ഇതുവരെ ഈ പ്രദേശം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലായിരുന്നു. പുല്ലുമേഞ്ഞ കുടിലുകളും ഏലക്ക, കുരുമുളക് തുടങ്ങിയ സൂക്ഷിക്കുന്ന പുരകളും മാത്രമുണ്ടായിരുന്ന പ്രദേശത്ത് നിന്ന് രൂപം കൊണ്ട് മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വാണിജ്യപരമായി വളർന്ന് 22 വാർഡുകളുള്ള നാഗരിക സ്വഭാവമുള്ള പ്രത്യേക ഗ്രേഡ് ഗ്രാമപഞ്ചായത്തായി മാറിയിരിക്കുന്നു. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആസൂത്രണ ധന കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നഗരസഭകളിൽ ഒന്നാണ് കട്ടപ്പന. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കട്ടപ്പന. ഇതുവഴിയാണ് നമുക്ക് പോകാനുള്ളത്. ഏകദേശം 21 കിലോമീറ്ററുകളാണ് നമുക്ക് കട്ടപ്പനയിൽ നിന്ന് രാമക്കൽ മേട് വരെ പോകാനുള്ളത്. ഈ പോകുന്ന വഴികളെല്ലാം ഇതുപോലെ സുന്ദരമാണ്. പാറക്കെട്ടുകളും അതുപോലെ തന്നെ ഹെയർപിൻ വളവുകളും അങ്ങനെയൊക്കെ തുടങ്ങി വളരെ മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റോഡ്. ഇവിടെയൊക്കെ വാഹനം ഓടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവനും വില കൊടുക്കുക. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം രാമക്കൽ മേടിലേക്ക്. ഇപ്പോൾ നമ്മൾ രാമക്കൽ മേടാണ് പോകുന്നത്. രാമക്കൽ മേട് പോകുന്ന വഴിയിലാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ കാണുന്ന സ്ഥലത്തു നിന്ന് 13 കിലോമീറ്ററാണ്. ഒരു മെയിൻ ജംഗ്ഷൻ കഴിഞ്ഞു, കട്ടപ്പന വന്നു, അതിനുശേഷം ഒരു മെയിൻ ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വഴിയിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷികൾ, ഏതാണ് ഏല കൃഷിയാണ് മെയിനായിട്ട്. ഇവിടെ 2 സൈഡിലുണ്ട് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത്. ഏല കൃഷി നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ രാമക്കൽ മേട് ആണ് പോണത്. ഏകദേശം എത്താറായി. 2 കിലോമീറ്റർ മുന്നേ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഇവിടെ 2 കാറ്റാടി നമുക്ക് കാണാം, വിഷ്വലിൽ കാണാൻ പറ്റും. 2 കാറ്റാടി, ഒരെണ്ണം പണി നിർത്തി നിൽക്കുകയാണ്, ഒരെണ്ണം കറങ്ങുന്നുണ്ട്. അപ്പോൾ കാറ്റാടി പാടം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള സ്ഥലം ഉണ്ടെന്നാണ് തോന്നുന്നത്. കാറ്റാടി പാടം ഇനിയും കാണുമായിരിക്കും ചിലപ്പോൾ. ഈ സ്ഥലത്തിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു. അവിടെ
വണ്ടി കയറിയല്ലേ പറയാൻ പറ്റും. ഓക്കെ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാറ്റാടിപ്പാടമെന്ന്. അപ്പോൾ 2 കാറ്റാടി കണ്ടു. നമുക്ക് മുകളിലോട്ട് നോക്കിയിട്ടേ അവിടെ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട്, അവിടെ ഇറങ്ങി ഒന്ന് നോക്കാം എന്താണ് സംഭവം. നമ്മൾ ഇവിടെ കാറ്റാടിപ്പാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലം കണ്ടു. ആ പോയിന്റിൽ ഇറങ്ങി അവിടെ 2 കാറ്റാടി, ഇതാ ഇവിടെ ഉണ്ട് കാറ്റാടി. നമുക്ക് ഇതിൻ്റെ അങ്ങോട്ട് പോയി നമുക്ക് വഴി കാണിക്കുന്നുണ്ട്. 2-3 വണ്ടിയൊക്കെ ഉണ്ട്, അപ്പോൾ ആള് കാണുമായിരിക്കും. നമ്മൾ ഇങ്ങോട്ട് കയറിയപ്പോൾ 2 വഴി ഉണ്ടായിരുന്നു, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ വെച്ച് ഇതുവഴി പോകുന്നു. പക്ഷെ അതുവഴി പോയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാടം കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് പോവാം. ഇതുവഴി കയറി നമ്മളെ ഈ കാറ്റാടി പാടത്തിൻ്റെ മൂട്ടിലോട്ട് പോയില്ല, നമ്മൾ ദൂരെ ഒന്ന് കണ്ടിട്ടുള്ളതേ ഉള്ളൂ. മൂട്ടിലോട്ട് പോവാം. പറഞ്ഞില്ലേടാ, വാ മുന്നാ, വാ ചക്കര വാ. കാറ്റാടി അല്ലേ? എവിടെ കാറ്റാടി? എവിടെ? നിന്റെ ബാക്കിൽ നോക്ക്. ഇവിടെ ഈ ബാക്ക് എന്ന് പറയുമ്പോ എവിടെ? കാറ്റാടി കണ്ടാ? ഞണ്ട് കാറ്റാടി എവിടെ? അത് കറങ്ങുന്നോണ്ടാണ് ഇത്രയും കാറ്റ്. അത് കറങ്ങുന്നോണ്ടാണ് ഇത്രയും കാറ്റ്. അല്ലേ അല്ലേ? കാറ്റ് വഴി നോക്ക്, വലിപ്പം നോക്ക്, വലിപ്പം കണ്ട. ഈ കാറ്റടി വീട്ടിൽ കൊണ്ടുപോ, വീട്ടിൽ കൊണ്ടുപോയനെ. പോണാ? പോവാമോ? വീട്ടിൽ കൊണ്ടുപോകാമോ? വേണ്ട, ഇവിടെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം നമ്മൾ അന്വേഷിച്ച് വന്നതല്ല. നമ്മൾ ഇതിൻ്റെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ പടം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റാടി പാടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഈ വഴി കയറിയപ്പോഴാണ് കണ്ടത്. ഇവിടെ ഇഷ്ടം പോലെ കാറ്റാടി പാടം. ഒന്നില് പണി നടക്കുന്നുണ്ട്, അകത്തൂടെ സ്റ്റെപ്പ് അത് തന്നെ. ഈ ഇതിലുണ്ടല്ലോ ആളുണ്ട്, മണ്ടയിൽ ആളുണ്ട്. അവിടെ താഴെ ഡോർ തുറന്നേക്കാണ്. അപ്പൊ അകത്ത് സ്റ്റെപ്പ് വഴി കയറി മുകളിൽ പോകുന്നില്ല. അതെ, അപ്പോൾ അല്പം ദൂരം മാത്രമല്ല. ഇനി നമുക്ക് രാമക്കൽമേട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. ചേട്ടന് സന്തോഷമല്ലേ? കാരണം ഈ കാറ്റാടി ഉണ്ടല്ലോ, കാറ്റാടി ഇത് ദൂരം നിന്ന് കാണുമ്പോൾ കമ്പ് പോലെ, അടുത്ത് വരുമ്പോൾ ഭയങ്കര വലുതൊക്കെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വന്ന ടൈംകുള്ള ഒരു കാറ്റാടി ഇത് കറങ്ങാതെ, അതിനകത്ത് ടെക്നീഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ അവിടെ ഇന്ന് ടെക്നീഷ്യൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എത്ര സ്റ്റെപ്പൊക്കെ കാണും ചേട്ടാ, സ്റ്റെപ്പ് കയറിയാണോ പോകുന്നതെന്ന് വെച്ചപ്പോൾ ചേട്ടൻ ഡീറ്റെയിൽസ് ഒന്ന് പറയാമെന്ന് വെച്ചപ്പോൾ നല്ല ചേട്ടന് ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് കയറി അവിടെ നിന്നൊന്ന് കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി നമ്മൾ അവർ അതിനകത്ത് നമ്മൾ അടുത്ത് നിന്ന് കാണാൻ തന്നെ ഏണി ഉണ്ടല്ലോ, ഏണി പോലെയാണ് അവർ കയറുന്നത്. അങ്ങനെ അതിന്റെ ഏറ്റവും ടോപ്പിൽ ആള് നിൽക്കുന്നെന്നാ പറയുന്നത്. അങ്ങനെ നമ്മൾ കാണാൻ ഒരു ഭാഗ്യം കിട്ടിയിട്ട് അതിന് അഹം കാണാൻ പറ്റി. ഈ ടവർ പോലെ തന്നെയാണ് ഏണി അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏണി ചവിട്ടി ബെൽറ്റ് ഇട്ടിട്ട് സേഫ്റ്റി ബെൽറ്റ് ഇട്ടിട്ട് മുകളിലേക്ക് കയറാം. നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ അനുമതിയില്ല. അവർ പറഞ്ഞാൽ അവരെ തന്നെ കയറാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല. അതിന് പ്രൈവറ്റ് കമ്പനികളാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മുകളിലേക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് കയറി പോവാം. ഏണിപ്പടിയാണ്. കാറ്റാടി പാടമൊക്കെ കണ്ടു വന്നപ്പോൾ 4 മണിയായി. 4 മണി സമയമായി. നമ്മൾ ഇനി ഫുഡ് കഴിക്കാനാണ് നിന്നത്. നമുക്ക് ഇവിടെ തന്നെ ഒരു സ്ഥലം കിട്ടി. നമ്മൾ ബുക്ക് ചെയ്ത ഫുഡാണ്. ഇതുപോലെ ഓരോ ദിവസം ഓരോ സ്ഥലം കിട്ടും. ഒതുങ്ങലമായിട്ടുള്ള സ്ഥലം നമ്മൾ ഇതുവരെ പുറത്തുനിന്ന് കഴിച്ചില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയത് ആ കാറൊക്കെ ഒതുക്കിയിട്ട് ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരു കട. ഇവിടെ ഒരു കടയേ ഉള്ളൂ. ഈ കട തുറന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ ജസ്റ്റ് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേസ്റ്റ് ഒന്നും ഇടാതെ പോയി കഴിഞ്ഞാൽ അവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല. വേസ്റ്റ് ഇല്ല. നമ്മൾ കൊണ്ടുവന്ന ഫുഡ് നമ്മൾ തന്നെ കഴിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത രാമയ്ക്ക് നേരെ മൂന്നാർ. ഓക്കെ.
പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് റോഡിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ കാറ്റാടിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വളരെ അടുത്തായിട്ടാണ് രാമക്കൽമേട് നമുക്ക് ലൊക്കേഷനിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പ്രകാരം നമ്മൾ രാമക്കൽമേട് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. പക്ഷേ ആരെയും കാണുന്നില്ല നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഈ വരുന്ന ഒരു ജീപ്പിൽ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. എന്തായാലും എനിക്ക് മനസ്സിലുള്ള ഒരു രാമക്കൽമേടിൻ്റെ രൂപം ഇതല്ല. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചെറുതായിട്ട് പണി കിട്ടിയതാണ്, വേറൊന്നുമല്ല. നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷൻ തെറ്റാണ്. രാമക്കൽമേട് എന്ന് പറയുന്ന സ്ഥലം അവിടുന്ന് വന്ന ആൾക്കാർ ജീപ്പിൻ്റെ ഡ്രൈവർമാരാണ്. അതായത് ഈ ഓഫ് റോഡ് ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ സ്ഥലത്തെ പറ്റി വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ രാമക്കൽമേട്, ആമപ്പാറ, കുറവൻകുറത്തി സ്റ്റാച്ചു തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പറഞ്ഞു ഇവിടെ അല്ല, ഇനി കുറച്ചുകൂടെ ദൂരം പോകാനുണ്ട്, അതുമല്ല അവിടെ ട്രക്കിങ്ങിലാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്തായിരുന്നാലും നമുക്ക് ഇന്നത്തെ ഈ സമയം നമ്മൾ മൂന്നാർ പോകാനുള്ള സമയം എല്ലാം കൂടെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നാലും രാമക്കൽമേടിന്ന് പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല. എന്തായിരുന്നാലും നമ്മൾ പോകാൻ പോകുന്ന കുറവൻകുറത്തി സ്റ്റാച്ചു നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. നമുക്ക് ഏറ്റവും അടുത്തായിട്ടും പോകാൻ എളുപ്പത്തിൽ എത്തുന്നതും ഒക്കെ നമുക്ക് ഈ കുറവൻകുറത്തി സ്റ്റാച്ചു നിൽക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിന്ന് ഏകദേശം 3-3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സ്ഥലത്തേക്ക്. എന്തായിരുന്നാലും നമുക്ക് അവിടെ പോയതിന് ശേഷം നോക്കാം. എന്തായാലും അങ്ങോട്ട് പോവാം. ഇപ്പോൾ രാമക്കൽമേട് കുറച്ചുകൂടെ നടക്കാനുണ്ട്. ഇപ്പോൾ കുറവൻകുറത്തി മല കണ്ടതിന് ശേഷം നമുക്ക് മൂന്നാർ പോവാം. ഇനി അതിൽ മാറ്റമില്ല കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി മൂന്നാർക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റ് പോവും. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ നന്നായിട്ട് താമസിക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അവിടുത്തെ പോലെ വാഗമൺ പോലെ അവിടെ പോലെ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്. 1800 എന്തൊക്കെയാണ് ചാർജ്. ഇവിടെ വന്നാലും ഇതെടുത്ത് ജീപ്പ് എടുത്തിട്ട് നമുക്ക് രാമക്കൽമേട്, ആമപ്പാറ അങ്ങനെ തുടങ്ങിയ കുറേ സ്ഥലങ്ങൾ പോയിട്ട് വരാൻ പറ്റും. ഇത് കുറവൻകുറത്തി സ്റ്റാച്ചു ഉള്ള ഒരു പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാറ് താഴെ ഇട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് അവർ ജീപ്പ് കയറി, നമ്മുടെ കാറ് കയറില്ല. അപ്പോൾ ഇവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ടിക്കറ്റ്. അപ്പോൾ ഇവിടെ ടിക്കറ്റാണ് 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വാഗമണുള്ള ട്രക്കിംഗ് ആണ് പോയത്, ജീപ്പ് ട്രക്കിംഗ്. ഇവിടെ ഉണ്ട്, ഇവിടെ രാമക്കൽമേട് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി വരുന്ന അടിപൊളി ട്രക്കിംഗ് ആണ്. നമുക്ക് വേറൊരു അവസരത്തിൽ പോകാം. ഇവിടെ ഉള്ളത് മെയിനായിട്ട് ഇതുപോലെ അത് ആനയല്ല, നമുക്ക് ഒരു കിളി ഇരിക്കുന്നത് ഒരു മരത്തിൽ. ആനയുണ്ട്, ശരിയാണ്, ആനയുണ്ടാ. അപ്പോൾ ഇതുപോലെ 2 സ്റ്റാച്ചു ആണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ള കാര്യം. അതിന് മണ്ടേ കയറാൻ പറ്റുമോ? ഈ കാണുന്നതാണ് കുറവൻകുറത്തി സ്റ്റാച്ചു. എന്തായിരുന്നാലും ഇടുക്കിയിലെ ആർച്ച് ഡാം, 2 മലകളെ ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ആർച്ച് ഡാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹിസ്റ്ററിയാണ് ഈ പ്രതിമകൾക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു വൈഡായിട്ട് വ്യൂ ആണ്. അതാണ് രാമക്കൽമേട്. തമിഴ്നാട്ടിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു. അവിടെ നിറയെ കാറ്റാടി പാടങ്ങളാണ്. ഇവിടെ കൃഷി സ്ഥലങ്ങളും എല്ലാം കാണാം. ഇതിനോട് അടുത്ത് തന്നെ നമുക്ക് കുറവൻകുറത്തിയുടെ പ്രതിമയും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വലിയൊരു ഉദ്യാനം പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇവിടെ. ഇരിക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിടവും കയറി വരാൻ വേണ്ടിയിട്ട് പടിക്കെട്ടുകളും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വഴികളിലായിട്ട് കയറി വരാം. നമ്മളിപ്പോൾ വന്ന വഴിയും അതുപോലെ തന്നെ ഈ പടിക്കെട്ടും കയറി വരാവുന്നതാണ്. അങ്ങ് ദൂരെ കാണാവുന്നത് തമിഴ്നാടിൻ്റെ ഏരിയ അല്ലെങ്കിൽ കൃഷി ഇടങ്ങളൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. അവിടെ ഏതോ ടൗൺ കാണാം. അതോ അങ്ങ് ദൂരമായിട്ട് കാറ്റാടിപ്പാടങ്ങൾ വരി വരിയായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. ഈ കാണുന്നതാണ് രാമക്കൽമേട്. നമ്മളെ ജീപ്പ് ട്രക്കിങ്ങും ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെ രാമക്കൽമേട് പോയി അവിടുന്ന് നേരെ ആമപ്പാറ പോയിട്ട് തിരിച്ചു വരുന്ന എന്തോ ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇപ്രാവശ്യം വാഗമണ് പോയതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ ജീപ്പ് ട്രക്കിങ് ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാര്യമാണ് ആദ്യമേ പറഞ്ഞിരുന്നത്, പ്ലാൻ ചെയ്തിരുന്നത്. അമ്മയും പപ്പയും മുകളിൽ നിൽക്കുകയാണ്. അതായത് ആ മലമുഴക്കി വേഴാമ്പലിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം കേട്ടോ. ഒരു മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു ശില്പം നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റും.
ഇത് ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. പഴയ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ഫീലുണ്ട്. അതെ, അത് നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അതൊരു ഭംഗി കുറവല്ല തോന്നുന്നു. പക്ഷെ ക്യാമറ കൂടെ കാണുമ്പോൾ ഒരു വേറെ ഫീലായിട്ടുണ്ട്. ഓ, മലമുഴക്കിയുടെ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട്. അമ്മ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ? ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് നമ്മളെ സ്റ്റാച്ചു ആണ്. നമ്മളിവിടെ നിന്ന് കുറച്ചുകൂടെ വൈഡായിട്ടുള്ളൊരു വ്യൂ കാണാൻ മുകളിൽ കയറിയ. അപ്പോൾ ഇത് തന്നെയാണ് ആ ഒരു പ്രതിമ. ഇവിടെ നിന്ന് നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ കേൾക്കുന്നത് നേരെ കേൾക്കാൻ പറ്റും തോന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഉടനെ ഇറങ്ങിയ ശേഷം നേരെ ഗ്യാപ്പ് റോഡ് പിടിക്കാം. ഓക്കെ, അവിടെ ഒരു കുളമുണ്ട്, ആമ്പലുണ്ട്, പിന്നെ ഇഷ്ടംപോലെ ഇരിക്കാനുള്ള ഒരു കസേരകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിൽ തന്നെ ഒരു കുളമുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കുണ്ട്. പാർക്കിന് ഫീസ് 15 രൂപ എന്തോ ആ ഭാഗത്തൊരു പാർക്കുണ്ട്. ഒരു രക്ഷയില്ല കാറ്റ്. പ്രതീക്ഷ കുറവാണ്. 5:15. ഇവിടെ നിന്ന് ഇനി എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. നമുക്ക് നേരെ ഗ്യാപ്പ് റോഡ് പിടിക്കണം. കാണാൻ പറ്റുന്ന അത്രയും കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കും. അതാണ് നമ്മുടെ ഉദ്ദേശം. മൂന്നാർ പോയിട്ട് നമ്മുടെ സ്റ്റേയുടെ കാര്യം ഒന്നും നോക്കിയല്ല, അവിടെ പോയിട്ട് നോക്കാം എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നമ്മളിവിടെ നിന്ന് നമ്മൾ പോകുന്നത് നെടുങ്കണ്ടം വഴിയാണ്. നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് പോകാൻ പോകുന്നത്. ഇവിടെ നിന്ന് നെടുങ്കണ്ടം 11 കിലോമീറ്റർ. പിന്നെ അവിടെ പോയിട്ടാണ് ശാന്തൻപാറ പൂപ്പാറ ആ റോഡ് വഴി ദേവികുളം വഴി നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത്. ഇപ്പോൾ സമയം 5:15 കഴിഞ്ഞു. 5:15 കഴിഞ്ഞു. അപ്പോൾ ലൈറ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് റോഡിലുള്ള കാഴ്ചകൾ കാണാം. ഇല്ലെങ്കിൽ അത് മിസ്സാവും. ശേഷം നേരെ പോയിട്ട് മൂന്നാർ, മിക്കവാറും നാളെ ആയിരിക്കും മൂന്നാറിലെ കാഴ്ചകളൊക്കെ വരിക. അപ്പോൾ നമ്മൾ ഏകദേശം ഗ്യാപ്പ് റോഡിനടുത്ത് എത്തുകയാണ്. എന്തായാലും റോഡിന് ഇരുവശവും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. തേയിലത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഇടയ്ക്ക് വളരെ നല്ല രീതിയിൽ വെട്ടി മിനുസപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് പോലെ നിൽക്കുന്ന മരങ്ങളും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. വളരെ തിരക്ക് കുറഞ്ഞ റോഡ്, വളരെ നല്ല അന്തരീക്ഷം, കാഴ്ചകൾ അതിമനോഹരം. എന്തുകൊണ്ട് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നേ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓടാൻ പറ്റുമ്പോഴേ നമുക്ക് ഓടാൻ പറ്റുള്ളൂ അല്ലേ. കാലിന്, കൈക്ക് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എപ്പോൾ വേണമെങ്കിലും പോവാം. അത് എപ്പോൾ പോവും എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ പിന്നെ നമുക്ക് എന്തും സാധ്യമായിരുന്നു. നമുക്ക് ഇപ്പോഴുള്ള ആരോഗ്യത്തോടു കൂടി എപ്പോൾ വരെ നമുക്ക് ജീവിക്കാനാകുമെന്ന് പറയാൻ കഴിയില്ല.
നമ്മുടെ ആരോഗ്യം ചോർന്നു പോകുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം അല്ലേ? അങ്ങനെയുള്ളൊരാഗ്രഹം. കാരണം ചിലപ്പോൾ കുറച്ച് നാളൂടെ കഴിയുമ്പോൾ ഇതുപോലെ പോകാൻ പറ്റിയെന്ന് വരില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. ആ ടിക്ടോക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിലച്ചു പല കാരണങ്ങൾ കൊണ്ട്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അതുപോലെ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ നിർത്തലാക്കാം. എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ചിലപ്പോൾ നിർത്തലാക്കാം. എന്തായാലും ഇങ്ങനെയുള്ളൊരു ആഗ്രഹം, ഇങ്ങനൊരു യാത്ര ചെയ്യണമെന്നുള്ളൊരാഗ്രഹം, അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായി പല എപ്പിസോഡുകളിലും മുന്നേ ഉള്ള കുഞ്ഞു കുഞ്ഞു എപ്പിസോഡുകളിലെല്ലാം പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഓൾ കേരള ട്രിപ്പ്, ഓൾ കേരള ട്രിപ്പ്. ഇത് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ യാത്രയിലായിരിക്കുന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പലരുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇതുപോലുള്ള സ്വതന്ത്രമായിട്ടുള്ള ചാനലുകളൊക്കെ ചിലപ്പോൾ സ്റ്റോപ്പായേക്കാം. എന്നെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന രീതിയിൽ അന്ന് നമുക്ക് വിഷമം ഉണ്ടായേക്കാം. അതായത് നമ്മൾ ചെയ്യേണ്ട ജോലികൾ നമ്മൾ ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് ചെയ്യാനുള്ളത് ഇന്നലെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നാളെ എന്നുള്ള ഒരു ദിവസം നമുക്ക് ഉള്ളതായിരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതാണ് ഈ യാത്രയ്ക്ക് പുറകിലുള്ള മെയിനായിട്ടുള്ള ഒരു ഊർജ്ജമെന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പിന്നീട് ഇതൊക്കെ തിരിഞ്ഞു നോക്കുന്നത്. അപ്പോഴും ഇത് ഇപ്പോൾ പറയണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യമൊക്കെ കുറഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഇതുപോലെ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പോവാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ പല സാഹചര്യങ്ങളും കടന്നു വന്നു. പ്രളയത്തിൻ്റെ സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊറോണ എന്ന് പറയുന്ന മഹാവ്യാധി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാരണങ്ങൾ. അപ്പോൾ ഇനി അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു യാത്ര എന്തായിരുന്നാലും ഇപ്പോൾ വളരെ സേഫാണ് എന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ ഇറങ്ങിത്തിരിച്ചത്. എന്തായാലും നമ്മളെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇന്നേ വരയ്ക്കും വന്നിട്ടില്ല. മഴ ഇതേവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ അതുപോലുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു പോയിട്ടുമില്ല. കാരണം പലപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ഫാമിലി ട്രിപ്പാണ്. എൻ്റെ ഫാമിലിയാണ് വണ്ടിക്കകത്തുള്ളത്. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഇത്രയും കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. മുന്നത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം. കാരണം പെട്ടെന്ന് ഇതൊക്കെ സ്റ്റോപ്പ് ആവുകയോ നിന്ന് പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി പോകും. അതുകൊണ്ടാണ് ഇത് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വാർത്തകളിലും അല്ലെങ്കിൽ വ്ളോഗുകളിലും എല്ലാം പ്രശസ്തി ആയിക്കൊണ്ടിരിക്കുന്ന പൂപ്പാറ മൂന്നാർ റോഡ്. അതിനിടയ്ക്കുള്ള കാഴ്ചകളാണ് നല്ല മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങൾ. മാത്രമല്ല നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയ വഴി ഇതാണ്. ആനയിറങ്കൽ ഡാമിന് കുറച്ചിപ്പുറത്ത് ഉള്ള ഈ എന്താണ് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്ന, അത് തേയിലത്തോട്ടങ്ങൾ വരി വരിയായിട്ട് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള റോഡും അതിൻ്റെ കൂടെ തന്നെ നല്ല കാഴ്ചകളും അങ്ങനെ ഉള്ള ഗ്യാപ്പ് റോഡ്. കുറേ ദൂരം ഉണ്ട് ഇതിപ്പോൾ നമ്മളിപ്പോൾ സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ ലൈറ്റ് കാണണമെന്നില്ല. അപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എടുത്തതാണ്. ഇനി പോകുന്ന വഴി കുറച്ചുകൂടെ കാണിക്കുക, അത് കഴിയുമ്പോൾ ലൈറ്റ് പോകും. അപ്പോൾ ഇത്രയാണ്, ഇത് തന്നെയാണ് നമ്മുടെ ഗ്യാപ്പ് റോഡ്. ഇത് തുടക്കമാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് കാഴ്ചകളുണ്ടാവും. മഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി മിക്കവാറും ഫുള്ള് മഞ്ഞായിരിക്കും. മൂന്നാർ എത്തുമ്പോൾ ഇനി ഏകദേശം ഒരു 25 കിലോമീറ്ററോളം ഉണ്ട് മൂന്നാർ എത്താൻ വേണ്ടിയിട്ട്. ഇന്ന് പോയിട്ടാണ് ഇന്നിനി സ്റ്റേയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. സ്റ്റേ ഇതുവരായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ കാഴ്ചകൾ.
മൂന്നാർ അല്ലെങ്കിൽ ഇതുപോലുള്ള ടോപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള തന്നെ പൊന്മുടിയൊക്കെ പോകുമ്പോൾ നമുക്ക് മഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയട്ടെ, മഞ്ഞിൽ ഡ്രൈവ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ പോകുന്നത് വണ്ടിയുടെ ഒറിജിനലായിട്ടുള്ള സ്പീഡാണ് കേട്ടോ. നമ്മൾ നേരത്തെ വന്നപ്പോൾ തന്നെ കണ്ടു കോടമഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മഞ്ഞായി, നല്ല കോടമഞ്ഞായി റോഡിൽ മുഴുവനായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ക്യാമറ കൂടെ ഇത്രയും റോഡ് കാണാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ നമുക്ക് ലൈവായിട്ട് നമുക്ക് റോഡ് ഇത്ര പോലും കാണാൻ പറ്റത്തില്ല മഞ്ഞ് കൂടെ വണ്ടി ഓടിക്കുമ്പോൾ. ഈ കോടമഞ്ഞ് ഇത്രയ്ക്കും ഡേഞ്ചറാണ് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് സത്യത്തിൽ മനസ്സിലായത്. വളരെ സ്പീഡ് കുറച്ച്, വളരെ എന്ന് പറഞ്ഞാൽ വളരെ, നമ്മളിതിപ്പോൾ കറക്റ്റ് സ്പീഡിലാണ് പോകുന്നത്. വളരെ സ്പീഡ് കുറച്ചാൽ നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് റോഡ് നന്നായിട്ട് കാണാൻ പറ്റില്ല. ചിലർ പറയും മഞ്ഞ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി ഈ മഞ്ഞത്തൂടെ പോകാൻ പറ്റും, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നമ്മുടെ വാഹനത്തിലിപ്പോൾ മഞ്ഞ ലൈറ്റ് ഇല്ല. ഈ കണ്ടീഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ അതൊരു വെല്ലുവിളി തന്നെയാണ് എന്നെ സംബന്ധിച്ച്. നല്ല സൂക്ഷിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ സെൻട്രൽ ലൈന്, സൈഡ് ലൈനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഷ്ടിച്ച് ഓടിച്ച് പോവാം. കുറച്ച് ദൂരം എന്തായിരുന്നാലും നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പിന്നെയും പണ്ടത്തെ ആ ഒരു ആംബിയൻസ് കിട്ടി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ആദി ബിൽഡേഴ്സ് ആണ്. കെട്ടിട നിർമ്മാണ രംഗത്ത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ടീമാണ് ആദി ബിൽഡേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് ഇവരെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇവരെ വിളിച്ച് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള ഭവനങ്ങളോ അതുപോലെ കെട്ടിടങ്ങളോ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഇവരെ വിളിച്ച് ബന്ധപ്പെടുക കേട്ടോ. നമുക്ക് നേരെ മൂന്നാറിലേക്ക് വിടാം. ഇന്നത്തെ ദിവസം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേയുടെ കാര്യം ഒന്നും ആയിട്ടില്ല എന്ന്. എന്തായാലും നമ്മൾ ഇന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇടുക്കി PWD റെസ്റ്റ് ഹൗസിൽ തന്നെ അവിടെ ഉള്ള ആൾക്കാർ സംസാരിച്ചിരുന്നു. നമുക്കിന്ന് റൂം കിട്ടിയില്ല. എന്തായിരുന്നാലും അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഒരു പോസിറ്റീവായിട്ട് പറഞ്ഞത് ഇവിടെ ബസ്സിൽ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ്സിൽ KSRTC ബസ് അതിന് വേണ്ടിയിട്ട് ഒരു സൗകര്യം ഒരുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്നു. ആ ഒരു ചെറിയൊരു പ്രതീക്ഷയിലാണ് വന്നത്. റൂമൊക്കെ നല്ല റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റും കൂടെ നോക്കിയിട്ട് KSRTC ബസ് സ്റ്റാൻഡ് തിരക്കി നമ്മളിവിടെയൊക്കെ അന്വേഷിച്ചു. അവിടെ പോയതിന് ശേഷം നമുക്ക് പല രീതിയിലുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം തങ്ങാൻ വേണ്ടിയിട്ട്, ഒന്നിൽ കൂടുതൽ ദിവസം വേണമെങ്കിൽ തങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ആ ബസ്സിനകത്തുള്ള കാഴ്ചകളൂടെ കാണാം. നമ്മൾ മൂന്നാർ എത്തി റൂമിലാണ്. റൂം നിങ്ങൾക്ക് കണ്ട ഒരു കിടില റൂമായിട്ട് തോന്നുന്നല്ലേ? കിടില റൂം തന്നെയാണ് ഇത്. നമ്മൾ KSRTCയിലെ ബസ്സിനകത്താണ്. വെറൈറ്റി ആണ്. അപ്പോൾ ബസ്സിനകത്ത് നമ്മൾ നേരത്തെ റൂം ബുക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്ന് അന്വേഷിച്ചതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം പറയാമെന്ന് വെച്ചു. അപ്പോൾ ഇതിൻ്റെ കണക്കുകൂട്ടലുണ്ടായിരുന്നു. ഇവിടെ വന്ന് KSRTC ബസ് സ്റ്റാൻഡ് വന്നു. അവിടെ നിന്ന് ചോദിച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 ടൈപ്പ് ഉണ്ട്. ഫുള്ളായിട്ടുള്ള റൂം ആണെങ്കിൽ നമുക്ക് കിട്ടും. അതാണെങ്കിൽ 1000 രൂപയാണ് റെൻറ്റ്. ഇതുപോലുള്ള ഒരു ബെഡ് ഇപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു ക്യാബിനകത്ത് 8 ബെഡുണ്ട്. ഒരു ബെഡ് അപ്പോൾ സിംഗിളായിട്ടാണ് നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിലും ഒരു ബെഡ് നമുക്ക് 220 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ 4 ബെഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഇന്ന് നമ്മൾ ആഹാരമൊന്നും കഴിക്കാൻ വേണ്ടി നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്ത് പോയാണ് ആഹാരം കഴിച്ചത്. പുറത്ത് പോയി ആഹാരം കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങി, റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പപ്പ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അമ്മ ഇവിടെ ഇരിക്കുകയാണ്. രാഹിയും അതുപോലെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ സീറ്റുണ്ട്. എനിക്കിനി പുറത്ത് തലേന്നുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, അഡീഷണൽ ഒരു കമ്പിളി പോലത്തെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് അടിയിൽ. എനിക്ക് പുറത്തിനി കുറച്ച് പരിപാടികളോടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ബസ്സാണ്, കയറി വരുന്ന ബസ്.
ഇതിലുള്ള കുറേ ബസ്സുകൾ ഇവിടെ ഉണ്ട്, കുറേ ബസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് റൂം കിട്ടിയില്ലെങ്കിലും ഇടുക്കി മൂന്നാറാണ് കേട്ടോ. മൂന്നാർ മാത്രമല്ല, വയനാട് ഇതുപോലത്തെ ഇതേ സെറ്റപ്പ് തന്നെ ഉണ്ട്. ബത്തേരി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെറ്റപ്പ്. നമ്മൾ രാവിലെ നാളെ മൂന്നാർ കാണാൻ വേണ്ടി പോവാണ്. മാക്സിമം നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വിഷ്വൽസ് എത്തിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളിങ്ങനെ അങ്ങ് തീർക്കുകയാണ്. എന്തായാലും ഇടുക്കി ബേസ് ചെയ്തുള്ള കുറേ സ്ഥലങ്ങൾ നമ്മളിന്ന് പോയി. അതിനുശേഷം നമ്മൾ ഗ്യാപ്പ് റോഡ് വഴി വന്നപ്പോൾ നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാപ്പ് റോഡ് വഴി നമ്മൾ വളരെ സേഫായിട്ട് മൂന്നാർ എത്തി. മൂന്നാർ KSRTC ബസ്സിൽ വന്നു. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. നമ്മൾ ഇപ്പോൾ ഇന്ന് കിടക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ലേഡീസ് സ്റ്റാഫുണ്ട്. അവർ വളരെ കെയറിങ് ആയിട്ടാണ് സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ വേറെ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ പോകുമ്പോഴുള്ള ഒരു ഡീലിംഗ് ഉണ്ടായിരുന്നു. സർക്കാർ സ്ഥാപനത്തിൽ കുഴപ്പമൊന്നുമല്ല കേട്ടോ പറഞ്ഞു. എന്തായിരുന്നാലും അവർ നന്നായിട്ട് നമ്മളടുത്ത് പെരുമാറി. നമ്മളിപ്പോൾ ഒരു ബസ്സിനകത്ത് ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ഭാഗം കൂടെ ഉണ്ട്, അവിടെ ആൾക്കാരുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ രാവിലെ ഇവിടെ കാണാം, അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ 9ാമത്തെ ദിവസമാണ്. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ രാവിലെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.